നമുക്ക് രണ്ട് പ്ലെയർ ഉണ്ട്. ഒന്ന് ഹാരി കെയ്ൻ, എവിടെ പോയാലും ട്രോഫി കിട്ടാത്ത. രണ്ട് കോമൻ എവിടെ പോയാലും എല്ലാ കളിയും ട്രോഫി അടിക്കുന്നത്. ഇത് ആരുടെ കേസ് ജയിക്കും, ആരുടെ കേസ് തോക്കും? ഹാരി കെയ്ന് ഈ കൊല്ലെങ്കിലും അടിക്കാൻ പറ്റുവാ ട്രോഫി? അങ്ങനെ ചോദിച്ചാൽ ട്രോഫിയൊക്കെ അടിക്കാൻ പറ്റും. UCL അവർക്ക് എന്താ അടിച്ചൂടെ? ബുണ്ടസ് ലീഗ് അടിച്ചില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അത്രയില്ലടാ. UCL അടിക്കാനുള്ള ഇതില്ല. എടാ സിറ്റി അങ്ങനെയല്ല. റയലൊക്കെ ഇല്ലടാ. കണ്ടന്റേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ബയേണിന് നല്ല ചാൻസ് ഉണ്ട്. സിറ്റിക്ക് റയലിന് മാത്രമല്ല, ഐ തിങ്ക് ബയേൺ ഈസ് ഈക്വലി സ്ട്രോങ്. വളരെ സ്ട്രോങ് അറ്റാക്കാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ടൂച്ചൽ അല്ല തോമസ് ടൂച്ചൽ ഉണ്ടല്ലോ, ചില സമയത്ത് അയാളുടെ ചില തീരുമാനങ്ങളോട് നമുക്ക് പെട്ടെന്ന് യോജിക്കാൻ പറ്റില്ല. യു നോ ഹൗ ബയേൺ ലെവർക്യൂസൻ പ്ലേസ്. അവർ ഇത്രയും കാലം ഒരേ സ്റ്റൈലാണ് കളിക്കുന്നത്, അല്ലാണ്ട് പുതിയതായിട്ട് അവരൊന്നും കളിക്കുന്നില്ല. ആൻഡ് ദേ ആർ അൺസ്റ്റോപ്പബിൾ ലിറ്ററലി. IC ഈവൻ ലിവർപൂളും നോക്കിക്കോ. യൂറോപ്പ ലീഗിൽ ലിവർപൂൾ ലെവർക്യൂസനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടും, ഉറപ്പാണ്. എസ്പെഷ്യലി അവരുടെ ടഫ് സിറ്റുവേഷൻ ആണല്ലോടാ. റൈറ്റ് ബാക്ക് സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ മൂഞ്ചും. അപ്പുറത്തേക്കുള്ള ലിവർപൂൾ അലോൺസോ ലിവർപൂളിൽ വരുന്നതിനോ ലിവർപൂളിനെ തരിപ്പണാക്കിട്ടാണോ വരുക? ആദ്യം അവൻ പ്രോഗ്രസ് ചെയ്ത് വരട്ടെ. ലിവർപൂളല്ലേ തല്ലിപ്പടാവനെന്തിരിക്കുന്നത്? ഇതിപ്പോ ഇത് കത്താൻ പോണത് ഈ ആള് കത്തണ പോലെ, കിടാൻ പോണത് ഈ ആള് കത്തണ പോലെ. ഇതിപ്പോ തീരും 1-2 ദിവസങ്ങളിൽ. നിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടേബിൾ എത്ര സ്ഥാനം പറഞ്ഞേ? അതൊക്കെ ഇപ്പൊ വരില്ലേ? യുണൈറ്റഡ് എല്ലാ കളിയും ജയിക്കുന്നുണ്ട് കേട്ടാ. ഹോയ്ലൻഡ് ഇപ്പോ ഹോളണ്ടിനെ പോലെയാണല്ലോ കളിക്കുന്നത്. ഹോയ്ലൻഡ് എല്ലാ കളിയും ഗെയിം അടിക്കുന്നുണ്ടല്ലോ. ഹോയ്ലൻഡ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ബയാണ് കപ്പടിക്കുമെന്ന് പറ. ലീഗ് നിങ്ങളുടെ എനിക്ക് prediction തോന്നുന്നില്ല, എന്താ? വലിയ പ്രതീക്ഷയില്ല. ലീഗ് പ്രതീക്ഷയില്ല എനിക്ക്. UCL വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് നല്ല ടൈറ്റ് ആയിട്ട് തോന്നണേ. കാരണം ബയേൺ എങ്ങനെ ആയാലും നല്ല കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ടീമുണ്ട്. ലെവർകൂസന് 5 എത്രത്തോളം പോയിന്റിന്റെ ഇത് വ്യത്യാസം hang on ഉണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല്ല എന്നാണോ നീ പറയണ മണവാള? ലാസ്റ്റില് ബയൺ കയറി വരുന്നാണോ പറയുന്നത്? അല്ല, ടൈറ്റ് ആവുന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും. കാരണം 15 ഗെയിം ഇനിയുണ്ടല്ലോ. എടാ നീ ഇങ്ങനെ ന്യൂസ് ചാനൽ റിപ്പോർട്ടറിനെ പോലെ പറയലടാ. ആര്? ആവോ ഇല്ലേത് പറയടാ. ഇവ ഫുൾ ഡിപ്ലോമാറ്റിക് ആയിട്ട്. എനിക്ക് ആവാതിരിക്കാനും സാധ്യത ഉണ്ടെന്നൊക്കെ. ഫുൾ പൊളിറ്റീഷ്യൻസിനെ പോലെ. ഇന്ന് മഴയാവാനും മഴയാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. ലെവർകൂസൻ ജയിക്കാനാണ് കാണാൻ താല്പര്യം. സോ ഞാൻ ലെവർകൂസൻ ജയിക്കുന്നതാണ് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പൊ വർഷങ്ങളായി ഒരു ബുണ്ടസ് ലീഗിൽ ഒരു ന്യൂ ചാമ്പ്യൻ വന്നിട്ട് അയ്യോ ഇത് ജിങ്സിയല്ലേ. എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ സീസണില് ഡോർട്ട്മുണ്ട് ജയിക്കണമെന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എനിക്ക് ലിവർപൂളും ലെവർക്യൂസനും ഒക്കെ ജയിക്കണമെന്ന് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ. അതാണ് സത്യം. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സിറ്റി തന്നെ ജയിക്കടാ. അങ്ങനെയാണ് ലോകം. സിറ്റി ജയിക്കും, പക്ഷെ ബയേണ് അറിയില്ല. ഇല്ലടാ, സിറ്റി UCLന്റെ ഇന്റൻസിറ്റി കാരണം കുറച്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. നോക്കോ. അതന്നെ ഞാനും ചോദിച്ചത്. നിങ്ങൾക്ക് പ്രീമിയർ ലീഗ് ആണോ വേണ്ടത്, യൂറോപ്യൻ ലീഗ് ആണോ വേണ്ടെന്ന് ചോദിച്ചതാ. എടാ വി ആർ ഗോയിങ് ഫോർ ദ ക്വാഡ്രപ്പിൾ മാൻ. എടാ റേഷൻ കാർഡ് വിറ്റ് മണ്ണെണ്ണ വാങ്ങിക്കണോ? ക്വാർട്ടറാകുമ്പോ എന്ത് മണ്ണെണ്ണ ഒഴിച്ച് റേഷൻ കട കത്തിക്കും ഞങ്ങള്.